സോളാർ കേസിൽ കേട്ടാലറയ്ക്കുന്ന വ്യാജ ആരോപണങ്ങളാൽ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചവർ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് മുൻപെങ്കിലും സത്യങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറയുക. സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തെ കേവലം അധികാരത്തിന് വേണ്ടി കള്ളക്കഥകൾ ഉണ്ടാക്കി ദ്രോഹിച്ചവർക്ക് ഇതാ അവസാന അവസരം. കേരളം കണ്ട ഏറ്റവും സാത്വികനായ രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ ലോകത്തിൻ്റെ നാനാ തുറകളിലുള്ള ജനങ്ങൾ അനുശോചിക്കുകയാണ്. അതിനിടയിൽ സോളാർ അഴിമതിയും ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി മഞ്ഞക്കഥകൾ മെനഞ്ഞ് കേവലം അധികാരം പിടിച്ചെടുക്കൽ മാത്രം ലക്ഷ്യമാക്കി മുന്നേറിയ ഇടതുപക്ഷവും സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഏറ്റുവാങ്ങുകയാണ്. ഈ വിഷയത്തിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചവരിൽ CPMന്റെ മുതിർന്ന നേതാവ് MM ലോറൻസിൻ്റെ മകളും ഉണ്ട് എന്ന് ഓർക്കുക. സോളാർ അഴിമതി അന്വേഷിച്ച CBI അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഉമ്മൻചാണ്ടിയടക്കം കുറ്റാരോപിതരായ കോൺഗ്രസ് നേതാക്കൾക്ക് മുഴുവൻ അടുത്തിടെ കോടതി ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അപ്പോഴാണ് കേരള സമൂഹം അക്കാര്യം തിരിച്ചറിഞ്ഞത്. യാതൊരു വിശ്വാസ്യതയുമില്ലാത്ത ഒരു സ്ത്രീയുടെ വാക്കുകളെ ഉയർത്തിക്കാട്ടി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പുറത്താക്കാൻ ഇടത് ചേരി നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഇരയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന്. 2013 ജൂലൈയിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് സോളാർ നായിക അറസ്റ്റിലാവുകയും അന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി സരിതയ്ക്ക് ബന്ധമുണ്ടെന്ന് കാട്ടി നിയമസഭയിൽ LDFകാർ ആരോപണം അഴിച്ചുവിടുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. ഉടനെ ഒരു മല്ലേലിൽ ശ്രീധരൻ നായർ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പിന്നാലെ ദില്ലിയിൽ വെച്ച് ഉമ്മൻചാണ്ടി സരിതയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തോമസ് കുരുവിളയും രംഗത്തെത്തി. സോളാർ പദ്ധതി ശരിക്കും ഒരു തട്ടിപ്പ് തന്നെയായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അതിൽ പങ്കുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, സർക്കാരിന് ഒരു രൂപയുടെ പോലും നഷ്ടം ആ പദ്ധതി വഴി ഉണ്ടായതുമില്ല. എന്നാൽ ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യനെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് കിട്ടിയ അവസരമായി സോളാർ അഴിമതിയെ കണ്ട പ്രതിയോഗികൾ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജമായ ദൃക്സാക്ഷികളെയും തെളിവുകളെയും സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. കേരള ജനതയുടെ മുൻപിൽ ഒരു തുറന്ന പുസ്തകമായിരുന്ന ഉമ്മൻചാണ്ടി തനിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ തൻ്റെ അതുല്യമായ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിരുന്ന ജസ്റ്റിസ് ശിവരാജനെ സോളാർ കേസിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് കേരളം കണ്ടതെല്ലാം CPMകാർ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങളായിരുന്നു. സമരങ്ങളുടെ നീണ്ട നിര തന്നെയാണ് പിന്നെ കേരളം കണ്ടത്. ഉമ്മൻചാണ്ടിക്കെതിരെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൽ സമരക്കാരിൽ ചിലർ കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞ് നിരപരാധിയായ ഉമ്മൻചാണ്ടിയെ പരിക്കേൽപ്പിച്ചിരുന്നു. CBI ഏറ്റെടുത്ത അന്വേഷണത്തിനൊടുവിൽ പിണറായി ഭരണത്തിൻ്റെ 2ാം ഖണ്ഡത്തിൽ ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ ആ രാഷ്ട്രീയ നെറികേടിനെ ഉറപ്പിച്ചുകൊണ്ട് അന്നത്തെ അന്വേഷണ തലവനായിരുന്ന DGP ഹേമചന്ദ്രൻ നീതി എവിടെ എന്ന തൻ്റെ ആത്മകഥയിലൂടെ ആദ്യം രംഗത്ത് വന്നു. വ്യാജ കേസായിരുന്നതുകൊണ്ടും വിശേഷിച്ച് അന്വേഷിക്കാൻ ഒന്നും ഇല്ലെന്ന് ഉറപ്പായിരുന്നതിനാലും ശിവരാജൻ കമ്മീഷൻ തെരഞ്ഞത് മുഴുവൻ സോളാറിലെ മസാലകളായിരുന്നുവെന്ന് ഹേമചന്ദ്രൻ ആ പുസ്തകത്തിൽ തുറന്നടിച്ചു. അന്ന് വാർത്തകൾ പ്രചരിപ്പിച്ച ചില മാധ്യമങ്ങളും അത് വിശ്വസിച്ച പൊതുജനങ്ങളിൽ ചിലരും രോഗാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഉമ്മൻചാണ്ടിയോട് തങ്ങൾക്ക് പറ്റിയ തെറ്റിനെ പ്രതി മാപ്പപേക്ഷിച്ച് രംഗത്ത് വന്നിരുന്നു. തങ്ങൾ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സോളാർ കേസുകളെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ട് പോലും ധാർമ്മികതയുടെ പേരിൽ പോലും ഉമ്മൻചാണ്ടിയോട് ഖേദമറിയിക്കുവാൻ ഇടതുപക്ഷത്തുള്ളവർ തയ്യാറായില്ല. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞ് അതിന് വിപരീതമായി പ്രതികരിച്ചത് മുൻ മന്ത്രിമാരായ ബിനോയ് വിശ്വവും C ദിവാകരനുമായിരുന്നു. തിരുവനന്തപുരത്ത് രാപ്പകൽ നടന്ന സോളാർ സമരം രഹസ്യധാരണയിലാണ് ഒത്തുതീർപ്പാക്കിയത് എന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ C ദിവാകരൻ അതിനു പുറമെ കനൽ വഴികളിലൂടെ എന്ന തൻ്റെ ആത്മകഥയിൽ സോളാർ കമ്മീഷൻ ചെയർമാൻ സോളാർ കേസ് അട്ടിമറിച്ചു എന്നുകൂടി ആരോപിച്ചു. ചതിയുടെയും കുതികാൽ വെട്ടിൻ്റെയും രാഷ്ട്രീയ കളത്തിൽ സത്യവും നീതിയും ജയിക്കുമെന്ന് വിശ്വസിച്ച് താൻ ഇരുന്നു കൊടുത്ത കമ്മീഷൻ തന്നെ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നുവെന്ന ദിവാകരൻ്റെ വെളിപ്പെടുത്തൽ ഉമ്മൻചാണ്ടി പൂർണ്ണ ബോധത്തോടെ അറിഞ്ഞിരുന്നോ എന്ന് അറിയില്ല. എന്തായാലും ഇടതുപക്ഷം ഇപ്പോൾ നടത്തുന്ന അനുശോചന സന്ദേശത്തെ ജനം വിലക്കെടുക്കണമെങ്കിൽ സോളാർ വിവാദങ്ങൾ തങ്ങൾക്ക് പറ്റിയ അബദ്ധമായിരുന്നുവെന്നെങ്കിലും അവർ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി സമ്മതിക്കണം. പ്രതിയോഗികൾ ഉമ്മൻചാണ്ടിയെ തുറന്ന് അപമാനിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെ ആശ്വസിപ്പിക്കാൻ എത്തിയവരോട് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ സത്യദൈവത്തെ വിശ്വസിക്കുന്നയാളാണ്, സത്യം തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന്.
ആ വാക്കുകൾ കാലാന്തരത്തിൽ അച്ചട്ടായി സംഭവിക്കുകയും ചെയ്തു. നിയമസഭയിൽ തന്നെയും തൻ്റെ കുടുംബത്തെയും ഇടതുപക്ഷം അപമാനിച്ചപ്പോഴും ഉമ്മൻചാണ്ടി അക്ഷോഭ്യനായിരുന്നു. എന്താ മറുപടി പറയാത്തതെന്ന് ചോദിച്ചവരോട് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: അങ്ങനെ ചെയ്താൽ ഞാനും അവരും തുല്യ നിലവാരത്തിലായി പോകില്ലേ എന്ന്. കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ഉമ്മൻചാണ്ടിക്ക് കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വിശ്വാസ്യത തീരെയില്ലാത്ത ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി പരമസ്വാത്വികനായ ആ മനുഷ്യനെ അപമാനിച്ചവർ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നതിന് മുൻപെങ്കിലും സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം. അത് ചെയ്യാതെ അദ്ദേഹം കഴിവുറ്റ ഭരണാധികാരി ആയിരുന്നുവെന്നും ജനജീവിതത്തിൽ ഇഴുകിച്ചേർന്ന നേതാവാണെന്നും എല്ലാ കാലത്തും ജനങ്ങൾക്കൊപ്പം നിന്ന ആളെന്നും ജനഹൃദയത്തിൽ ജീവിച്ച നേതാവെന്നുമൊക്കെ പറഞ്ഞ് എത്ര ഡെക്കറേഷൻ നടത്തിയാലും ജനം ആ വാക്കുകളിലെ പൊള്ളത്തരം തിരിച്ചറിയുക തന്നെ ചെയ്യും. അതിനാൽ പറയാൻ അറയ്ക്കുന്ന വിധത്തിൽ നടത്തിയ വ്യാജ ആരോപണങ്ങളിലൂടെ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ച ഇടതുപക്ഷം ഈ അവസാന മണിക്കൂറുകളിലെങ്കിലും കേരള ജനതയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ശാപമോക്ഷം നേടട്ടെ.